കർത്താവേ, നിന്റെ വരവെങ്കിൽ അടിയങ്ങളെ തള്ളിക്കളയരുതേ. നിന്നെ ആരാധിപ്പാൻ, നിന്നെ സ്തുതിപ്പാൻ, നിന്നെ പുകഴ്ത്തുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്ക് തന്ന സാവകാശങ്ങൾക്കെല്ലാം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആരാധനയും പ്രാർത്ഥനയും സർവശക്തനായ യേശുവിന്റെ മഹത്വനാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. തൃത്വ ദൈവത്തിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. നമുക്ക് തുടർന്ന് ദൈവജന കേൾവിക്കായിട്ടുള്ള സമയമാണ്. ഇന്ന് രാത്രി വലിയനാളുടെ ദൈവത്തെ സ്തുതിപ്പാൻ തൊക്കണം. ദൈവം നമ്മളെ ഇതുവരെയും സഹായിച്ചല്ലോ. ഓരോ ശുശ്രൂഷ ഏറ്റെടുത്ത ദൈവമക്കളെ ഒക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന് നല്ലവനായിട്ട് നമ്മളെ വഴി നടത്തി ആ ദൈവസനിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കുന്നതാ. വചനം ഒരു കണ്ണാടി പോലെയാ. നമ്മുടെ പാപങ്ങളെയും കുറവുകളെയും കാണിച്ചു തരുമ്പോൾ കണ്ണാടി നമ്മുടെ പാപം നമ്മുടെ മൃഗത്തെ അഴുക്ക് കണ്ണാടി കഴുകിക്കളയത്തില്ല, നമ്മളെ കാണിച്ചു തരുമ്പോൾ കഴുകാനായിട്ട് നമ്മൾ തയ്യാറാകണം. അതുകൊണ്ട് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം ഇന്ന് കേൾക്കുമ്പോൾ കർത്താവേ, എന്നെയും ഒന്ന് കഴുകണമെന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എത്രയും ബഹുമാനത്തോടെ, എത്രയും സ്നേഹത്തോടെ നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ കെ വി സൈമൺ അച്ഛനെ നമുക്ക് ലഭിച്ചതിനായിട്ടും അച്ഛൻ്റെ വചന കേൾവിക്കായിട്ടും അച്ഛനെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ആഴ്ചകളിലൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 7 സഭകളെ കുറിച്ചുള്ള ധ്യാനമാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അതിൻ്റെ 7ാമത്തെ സഭയായ ലവോദിക്ക സഭയെക്കുറിച്ചുള്ളതായ ഒരു ധ്യാനമാണ് ഇന്ന് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. അതാരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കണം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 14 മുതൽ 22 വരെ. ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക: വിശ്വസ്തനും സത്യവാനുമായ സാക്ഷിയായി ദൈവസൃഷ്ടിയുടെ ആരംഭമായ ആമേൻ എന്നുള്ളവൻ അരുളിച്ചെയ്യുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നീ ഉഷ്ണവാനുമല്ല ശീതവാനുമല്ല. ശീതവാനോ ഉഷ്ണവാനോ ആയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. ഇങ്ങനെ നീതിമാനും ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല ശീതോഷ്ണവാനാകിയാൽ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്നറിയാതിരിക്കയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. എനിക്ക് പ്രിയമുള്ളവരെയൊക്കെയും ഞാൻ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നു. ആകയാൽ നീ ജാഗ്രതയുള്ളവനായിരിക്ക, മാനസാന്തരപ്പെടുക. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. ആത്മാവ് സഭകളോട് പറയുന്നതെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് വീണ്ടും ദൈവവചനം ധ്യാനിക്കുവാനും ശ്രവിക്കുവാനും നൽകിയ വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യും. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പ്ലാറ്റ്ഫോമിൽ സംബന്ധിക്കുന്ന എല്ലാ നിന്റെ മക്കളെയും ദൈവകരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിവിധങ്ങളായുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയവരെ കർത്താവ് അനുഗ്രഹിക്കണമേ. ഗാനങ്ങൾ ആലപിച്ചവർക്ക് വേണ്ടി, മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയവർക്ക് വേണ്ടി, വേദഭാഗം വായിച്ചവർക്ക് വേണ്ടി, സങ്കീർത്തനം ധ്യാനിച്ചവർക്ക് വേണ്ടി എല്ലാം സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുത്തെ വചനം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ ശോധന ചെയ്യുവാനും ഞങ്ങളുടെ ആത്മാവിൻ്റെ കുറവുകളെ മനസ്സിലാക്കുവാനും വിശുദ്ധിയിൽ ജീവിതം നയിപ്പാനും ആകുന്നുവെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ. വെളിപ്പാട് പുസ്തകത്തിൽ ഏഷ്യ മൈനറിലുള്ള 7ാമത്തെ സഭയായ ലവോദിക്ക സഭയോടുള്ള ദൂതാണ് നമുക്കിന്ന് ധ്യാനിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ലവോദിക്ക സഭയെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും അധികം
വിമർശനം നേരിട്ട ഒരു സഭയാണ് ലവോദിക്ക സഭ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ധ്യാനിച്ചത് ഫിലദൽഫിയ സഭയെക്കുറിച്ചായിരുന്നു. കുറവുകളൊന്നും പറയാനില്ലാത്ത ഒരു സഭയായി ഫിലദൽഫിയ സഭയെ ദൈവത്തിൻ്റെ ആത്മാവ് വരച്ചു കാട്ടുന്നു. ഇവിടെ ഇതാ ലവോദിക്ക സഭ ധാരാളം വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ, പല വിധത്തിലുള്ളതായ പരിമിതികളും പരാജയങ്ങളും അപജയങ്ങളും ഉള്ള ഒരു സഭയായിട്ടാണ് വേദപുസ്തകത്തിൽ ഈ സഭയെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലവോദിക്ക സഭയെക്കുറിച്ച് പറയുന്നത് ഇറ്റ് ഈസ് എ ലൂക്ക് വാം ചർച്ച്, ശീതോഷ്ണാവസ്ഥയിലുള്ള ഒരു സഭയെന്നാണ്. ലവോദിക്ക എന്ന വാക്കിൻ്റെ അർത്ഥം ജഡ്ജിങ് ദ പീപ്പിൾ, മറ്റുള്ളവരെ വിധിക്കുന്ന ഒരു സഭ എന്നാണ് അതിൻ്റെ അർത്ഥമായിട്ട് നൽകിയിരിക്കുന്നത്. ദിസ് സിറ്റി വാസ് ഫൗണ്ടഡ് ബൈ അന്റിയോക്യസ് സെക്കൻഡ്. അന്റിയോക്യസ് രണ്ടാമനായിരിക്കുന്ന ചക്രവർത്തി 253 BC സ്ഥാപിച്ചതായിട്ടുള്ള ഒരു നഗരമായിട്ടാണ് ലവോദിക്ക സഭ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരാണ് ഈ പട്ടണത്തിന് കൊടുത്തത്. ലവോദീസ് എന്നായിരുന്നു അന്ത്യോക്യസിൻ്റെ ഭാര്യയുടെ പേര്. അതുകൊണ്ട് ഈ പട്ടണത്തിന് അദ്ദേഹം കൊടുത്ത പേര് ലവോദിക്ക എന്നായിരുന്നു. ഈ ലവോദിക്ക സഭയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ഇറ്റ് വാസ് എ സെന്റർ ഫോർ ബാങ്കിങ് ആൻഡ് ഫൈനാൻസ്. വളരെയധികം സാമ്പത്തികമായ മുന്നേറ്റം ഉണ്ടായിരുന്ന ഒരു സഭ. അന്നത്തെ കാലത്ത് ബാങ്കിങ് സിസ്റ്റം വളരെ വിപുലമായി പ്രവർത്തിച്ചിരുന്ന ഒരു സഭയായിരുന്നു, അല്ലെങ്കിൽ ഒരു പട്ടണമായിരുന്നു ലവോദിക്ക പട്ടണം. ഇറ്റ് വാസ് എ സെന്റർ ഫോർ ഫാഷൻ, ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ. അതായത് കൈത്തറി വ്യവസായത്തിൻ്റെ, ടെക്സ്റ്റൈൽ മിൽസിൻ്റെ വലിയൊരു ശേഖരം ഈ പട്ടണത്തിലുണ്ടായിരുന്നു. ഫേമസ് ഫോർ മെഡിസിൻ, പ്രത്യേകമായിട്ട് കണ്ണിൻ്റെ ഓയിൻമെൻറ്റും കണ്ണിൻ്റെ ചികിത്സയ്ക്കുള്ളതായ സംവിധാനങ്ങളും വളരെയധികം ഉണ്ടായിരുന്നതായുള്ളൊരു പട്ടണമായിരുന്നു ലവോദിക്ക പട്ടണം. എന്നാൽ ഇത്ര സമ്പന്നമായിരുന്ന ഈ നഗരം AD 61 ഒരു ഭൂകമ്പത്തിൻ്റെ ഫലമായി നശിക്കപ്പെട്ടു, തകർന്നടിയപ്പെട്ടു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഇവിടെ കുടിവെള്ളത്തിന് വളരെ പ്രയാസമുള്ള ഒരു പട്ടണമായിരുന്നു. അതുകൊണ്ട് ഈ വെള്ളം കുടിക്കാനായിട്ട് കൊണ്ടുവരുന്നത് 2 സ്ഥലങ്ങളിൽ നിന്നാണ്. 3 മൈൽ അകലെയുള്ളതായ ഹീറപ്പോളിസ് എന്ന് പറയുന്നതായിട്ടുള്ള ആ പട്ടണത്തിൽ നിന്ന് ഹോട്ട് സ്പ്രിങ് കൊണ്ടുവരും. അതായത് ചൂടുള്ള വെള്ളമാണ് അവിടുന്ന് വരുന്നത്, ഹീറപ്പോളിസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്. എന്നാൽ അതുപോലെ തന്നെ 10 മൈൽ അകലെയുള്ളതായ കൊലോസെ എന്ന പട്ടണത്തിൽ നിന്ന് കോൾഡ് സ്പ്രിങ് കൊണ്ടുവരും. അതായത് ഹോട്ട് സ്പ്രിങ്ങും കോൾഡ് സ്പ്രിങ്ങും കൂടെ ഒരുമിച്ച് ചേരുമ്പോൾ അത് ലൂക്ക്വാം വാട്ടറായി മാറുന്നു. ശീതോഷ്ണാവസ്ഥയിലുള്ള വെള്ളമായി, ചൂടുമല്ല തണുപ്പുമല്ല, വാട്ടവെള്ളമായിട്ട് മാറുന്നതായുള്ളൊരവസ്ഥയിലാകും. ആ വാട്ടവെള്ളം കുടിച്ചാൽ മനം പുരട്ടുന്ന ഒരവസ്ഥയാണ്. അവിടുത്തെ കുടിവെള്ളത്തിൻ്റെ അവസ്ഥയാണ് അവിടുത്തെ സഭയെക്കുറിച്ചും പറയുന്നത്. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിഴ്ന്നുകളയും, ഛർദ്ദിച്ചു കളയും, തുപ്പിക്കളയും എന്നാണ് ലവോദിക്ക സഭയോട് ദൈവത്തിൻ്റെ ആത്മാവ് അരുളി ചെയ്യുന്നു. അതുകൊണ്ട് ഈ ശീതോഷ്ണാവസ്ഥയിലുള്ളതായ ജനസമൂഹം പാർക്കുന്നതായുള്ള ഒരു പട്ടണമായി ഈ സഭയെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 129 BC റോമാക്കാർ ഈ നഗരം പിടിച്ചടക്കി. അപ്പോൾ ഇതൊരു ഫ്രീ സിറ്റി ആയി തീർന്നു. യാതൊരു നിയന്ത്രണമില്ലാത്ത സർവ്വസ്വാതന്ത്ര്യമുള്ളതായ ഒരു പട്ടണമായി ഈ ലവോദിക്ക പട്ടണം അധപ്പതിച്ചു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എപ്പഫ്രാസ് എന്ന് പറയുന്ന പൗലോസിന്റെ ഒരു സഹപ്രവർത്തകനാണ് ഈ സഭ സ്ഥാപിച്ചത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. വളരെ സമ്പന്നമായിരുന്ന ഒരു പട്ടണമായിരുന്നത് കൊണ്ട് വളരെയധികം അഹങ്കാരം, ഭൗതികതയുടെ അതിപ്രസരം ഈ സഭയുടെ പ്രത്യേകതയായിരുന്നു. അഹങ്കാരവും ഭൗതികതയും വളരെയധികം ഉണ്ടായിരുന്നത് കൊണ്ട്
മറ്റുള്ളവരെ അംഗീകരിക്കുവാനോ സ്വീകരിക്കുവാനോ ആദരിക്കുവാനോ പറ്റാത്ത ഒരു ഗർവിഷ്ഠമായ ഒരു അനുഭവം ഈ പട്ടണത്തിനും ഈ സഭയ്ക്കും ഉണ്ടായിരുന്നു. സഭയ്ക്ക് ഉണ്ടായിരിക്കേണ്ടതായിട്ടുള്ള സവിശേഷതകൾ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തുന്നുണ്ട്. എ ബിബ്ലിക്കൽ പർപ്പസ്, വേദശാസ്ത്രപരമായ ഒരു ഉദ്ദേശം സഭയെ സംബന്ധിച്ച് ദൈവത്തിനുണ്ട്. സ്പിരിച്വൽ പാഷൻ, ആത്മീയമായ ഒരു വലിയ പക്വത രേഖപ്പെടുത്തുന്ന സഭയായിരിക്കണം. അൺകോംപ്രമൈസിങ് ആറ്റിറ്റ്യൂഡ്, മറ്റുള്ള ദുരാചാരങ്ങളോട് പൊരുത്തപ്പെടാത്തതായിട്ടുള്ള ഒരു അനുഭവം സഭയ്ക്കുണ്ടാകണം. an endowment of power, ദൈവാത്മാവിൻ്റെ ഒരു ശക്തി കേന്ദ്രമായിരിക്കണം സഭ. ഗ്രോയിങ് ലീഡർഷിപ്പ്, നല്ല പക്വമായ ഒരു നേതൃത്വ നിര സഭയിൽ ഉണ്ടാകണം. എന്നാൽ ഇതിലൊക്കെ വളരെ പരാജയം നേരിട്ട ഒരു സഭയായിരുന്നു ലവോദിക്ക സഭ എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വേദപുസ്തകപരമായ ചില പ്രത്യേകതകൾ, ബിബ്ലിക്കലായുള്ള ചില പ്രത്യേകതകൾ ക്രിസ്തീയ സഭയ്ക്ക് ഉണ്ടായിരിക്കണമെന്ന് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു. ബിബ്ലിക്കൽ ഇവാഞ്ചലിസം, വേദപുസ്തകം പറയുന്നത് സുവിശേഷ തീഷ്ണതയുണ്ടായിരിക്കണമെന്നാണ്. ബിബ്ലിക്കൽ ഡിസൈപ്പിൾഷിപ്പ്, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായുള്ള ശിഷ്യത്വം, അവൻ തന്നോടുകൂടെ ഇരിക്കേണ്ടതിനും പ്രസംഗിക്കേണ്ടതിന് അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകേണ്ടതിനും 12 വരെ നിയമിച്ചു. ബിബ്ലിക്കൽ മെമ്പർഷിപ്പ്, കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കും. ബിബ്ലിക്കൽ ലീഡർഷിപ്പ്, വേദപുസ്തകപരമായ ഒരു നേതൃത്വ ശൈലി സഭയ്ക്കുണ്ടായിരിക്കണം. ബിബ്ലിക്കൽ പ്രീച്ചിങ്, കർത്താവ് അരുളിച്ചതുപോലെ നിങ്ങൾ പുറപ്പെട്ടു പോകുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിപ്പീൻ എന്ന് പറയും. ബിബ്ലിക്കൽ ഓർഡിനൻസ്, ദൈവം നൽകിയതായിട്ടുള്ള കൽപ്പനകളുടെ അനുഷ്ഠാനം സഭയ്ക്കുണ്ടായിരിക്കണം. ബിബ്ലിക്കൽ വർഷിപ്പ്, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു ആരാധനാ സമൂഹമായിരിക്കണം. ബിബ്ലിക്കൽ ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടായിരിക്കണം. ബിബ്ലിക്കൽ പ്രയർ, പ്രാർത്ഥനാ ജീവിതം ഉണ്ടായിരിക്കണം. ബിബ്ലിക്കൽ അക്കൗണ്ടബിലിറ്റി, വിശ്വാസ്യത ഉണ്ടായിരിക്കണം. ബിബ്ലിക്കൽ ഗിവിങ്, ഔദാര്യം പ്രദർശിപ്പിക്കുന്ന സഭയായിരിക്കണം. ബിബ്ലിക്കൽ മിഷൻ, ദൗത്യം, വേദപുസ്തകത്തിൽ പറയുന്നതായിട്ടുള്ള ദൗത്യം പ്രചരിപ്പിക്കുന്ന ഒരു സഭയായിരിക്കണം. ഈ ലവോദിക്ക സഭ പരാജയപ്പെട്ടു എന്ന് സഭയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഈ സഭയെക്കുറിച്ച് പറയുന്ന ചില വിമർശനങ്ങൾ ഒന്നൊന്നായിട്ട് വിശദീകരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ഇറ്റ് ഈസ് ആൻ ഇൻഡിഫറൻറ്റ് ചർച്ച്, നിസ്സംഗമായ ശീതോഷ്ണാവസ്ഥയിലുള്ളതായ ഒരു സഭ. ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന് പറയുന്ന ആ ഒരു അനുഭവത്തിലാണ് ലവോദിക്ക സഭ ആയി തീർന്നിരിക്കുന്നത്. If religion is a real thing, it is the most excellent thing. If religion is not real, it is the most worst thing എന്നാണ് ഒരു ഭക്തൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ മതം അത് യാഥാർത്ഥ്യമാണെന്ന് വരികിൽ ഏറ്റവും ബെസ്റ്റാണ്, അത് യാഥാർത്ഥ്യമല്ല എന്ന് വരികിൽ വളരെയധികം മോശമായിട്ടുള്ള ഒരവസ്ഥയാണ് മതത്തിന് അല്ലെങ്കിൽ സഭയ്ക്ക് നേരിടുവാനായിട്ടുള്ളത്. ഒന്നിനെക്കുറിച്ചും താല്പര്യമില്ലാത്ത ഒരനുഭവമാണ് ഇവിടെ ഈ ജനങ്ങളെക്കുറിച്ച് ഇവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. നിരുത്തരവാദപരമായ ഒരു ജീവിതം. വ്യക്തികൾ നിരുത്തരവാദികളായാൽ കുടുംബം നിരുത്തരവാദിത്വപരമാകും. കുടുംബം നിരുത്തരവാദപരമായാൽ സമൂഹം അപ്രകാരമാകും. സമൂഹം നിരുത്തരവാദപരമായാൽ സഭ എങ്ങനെയാകും? സഭ നിരുത്തരവാദപരമായാൽ ലോകം അപ്രകാരമാകും. അതുകൊണ്ട് ആ ഒരു ശൈലിയിലേക്കാണ് ഈ സഭ, ലവോദിക്കയിലെ സഭ വഴുതി വീണത് എന്ന് നമ്മൾക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആരുടെയും സഹായം കൂടാതെ ഞാൻ ധനികനാകുന്നു,
എനിക്കൊന്നിനും കുറവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയും സഹായമില്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഗർവിഷ്ഠമായ ഒരു അഹങ്കാരത്തോടു കൂടിയുള്ള ഒരു മനോഭാവമാണ് ഈ സഭയ്ക്ക് ഉണ്ടായിരുന്നത്. ഐ ആം നോട്ട് ബോതേർഡ്, ഞാൻ ഒന്നിനെ കുറിച്ചും എനിക്ക് ഒരു വിചാരിക്കേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ. ഇറ്റ് ഡസ് നോട്ട് മാറ്റർ ടു മീ, എന്ത് സംഭവിച്ചാലും എനിക്കൊന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്ന ഒരു മനോഭാവം. ഐ ഡോണ്ട് കെയർ, ഞാൻ ഇതിനോടൊന്നും അതിനെ ഒന്നും ശ്രദ്ധിക്കാനായിട്ട് ഒരുമ്പെടുന്നില്ല എന്ന് പറയുന്നു. ഇറ്റ് ഡസ് നോട്ട് മേക്ക് എ ഡിഫറൻസ് ടു മീ, അതൊന്നും എന്നെ ബാധിക്കുന്നതായിട്ടുള്ള പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാറ്റിനോടും ഒരു നിഷ്പക്ഷമായ, ഒരു നിരുത്തരവാദപരമായ, ഒരു നിസ്സംഗമായ നിലപാട് ഏറ്റെടുത്തതായിട്ടുള്ള ഒരു സഭയായിട്ടാണ് ലവോദിക്ക സഭ ഇവിടെ വരച്ചു കാട്ടിയിരിക്കുന്നത്. ഒന്നാമത് നിസ്സംഗത. രണ്ടാമതായിട്ട് പറയുന്നു നീ അരിഷ്ടനായിരിക്കുന്നു. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പൗലോസ്ലീഹ പറയുന്നു, നിങ്ങളുടെ ആയുസ്സിൽ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശ വച്ചിരിക്കുന്നു എങ്കിൽ നിങ്ങൾ സകല മനുഷ്യരും അരിഷ്ടന്മാരത്രേ. ക്രിസ്തുവിനെ കുറിച്ച് വിശ്വാസമില്ലാത്തവർ, ക്രിസ്തുവിന്റെ ക്രൂശമരണത്തെ കുറിച്ച് വിശ്വാസമില്ലാത്തവർ, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് വിശ്വാസമില്ലാത്തവർ, ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചോ ക്രിസ്തുവിന്റെ ശൈലിയെക്കുറിച്ചോ നിത്യജീവനെ കുറിച്ചോ നിത്യ അനുഭവത്തെക്കുറിച്ചോ ഒന്നും വിശ്വാസമില്ലാത്തതായിട്ടുള്ള ഒരവസ്ഥയിലായിരിക്കുന്നവർ, അങ്ങനെയുള്ളവരെ കുറിച്ചാണ് പറയുന്നത്. അരിഷ്ടന്മാരത്രേ, സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്ന് പറയുന്ന അനുഭവം. നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ ആശ്രയിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ക്രിസ്തുവിന്റെ മടങ്ങിവരവിൽ ആശ്രയിക്കുന്നുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല അനുഭവത്തിൽ ജീവിപ്പാനായിട്ട് സാധ്യമാകുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമ്മെക്കുറിച്ചൊക്കെയും ലവോദിക്ക സഭയോട് പറയുന്നത് പോലെ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക്, ഒരനുഭവത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്നതിന് യാതൊരു സംശയവുമില്ല. മൂന്നാമതായിട്ടിവിടെ പറയുന്നു, നീ നിർഭാഗ്യനായിരിക്കുന്നു. വേദപുസ്തക പ്രകാരം ഭാഗ്യാവസ്ഥ പലതുണ്ട്. ഈ ഭാഗ്യാവസ്ഥ ഇല്ലാത്ത വ്യക്തിയെ കുറിച്ച് പറയുന്നത് നിർഭാഗ്യൻ എന്നാണ്. ഗർവം കൈമുതലാക്കിയ വ്യക്തിക്ക് ഭാഗ്യാവസ്ഥ കരസ്ഥമാക്കുവാനായിട്ട് സാധ്യമല്ല. ദൈവത്തിൽ നിന്ന് അകലുന്നതായിട്ടുള്ള വ്യക്തി. ലൂസിഫറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? നീ അത്യുന്നതന്റെ സിംഹാസനത്തോട് മത്സരിച്ചു കൊണ്ടിരുന്നു. ഞാൻ അത്യുന്നതന്റെ സിംഹാസനത്തിൽ കയറി ഇരിക്കുമെന്ന് പറഞ്ഞ് ഗർവത്തോടുകൂടെ, ആ അഹങ്കാരത്തോടുകൂടെ പറഞ്ഞതായുള്ള അനുഭവത്തെ കുറിച്ചാണ് ലൂസിഫറിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെയുള്ള ഒരു അനുഭവമാണ്, ഗർവത്തോടു കൂടിയ അഹങ്കാരത്തോടു കൂടിയ ഒരനുഭവമാണ് ലവോദിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്നത്. ദൈവത്തോടുള്ള മറുതലിപ്പ്. ഗർവം നാശത്തിന് കാരണമാണെന്ന് വേദപുസ്തകം ഊന്നിപ്പറയുന്നു. തർക്കവും ഭിന്നതയും ഉളവാക്കുന്ന ഒരു സമൂഹം. ഗർവം ഐക്യത തകർത്ത് കളയുന്ന അനുഭവമാണ്. ഗർവത്തോടു കൂടി ജീവിച്ചതായിട്ടുള്ള ചില വ്യക്തികളെ കുറിച്ച് പഴയ നിയമ പശ്ചാത്തലത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകത്തിൽ നെബൂഖദ്നേസർ രാജാവിനെ കുറിച്ച് വായിക്കുന്നു. നെബൂഖദ്നേസർ രാജാവ് വലിയൊരു സ്വർണബിംബം ഉണ്ടാക്കി. ആ സ്വർണബിംബം ഉണ്ടാക്കിയിട്ട് കാഹളം, തമ്പുരു, കുഴൽ, ഈ നാദമെല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വന്ന് ഈ സ്വർണബിംബത്തെ നമസ്കരിക്കണമെന്ന് പറഞ്ഞ് കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തന്മാരായ 4 ബാലന്മാർ, ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ന് പറയുന്ന 3 ബാലന്മാർ, അവർ പറഞ്ഞു, രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഞങ്ങളുടെ ദൈവത്തിന് രാജാവിന്റെ കൽപ്പനയിൽ നിന്നും ഈ തീച്ചുളയിൽ നിന്നും ഞങ്ങളെ വിടുവിപ്പാൻ ശക്തനാണ്. അഥവാ ഇനിയും വിടുവിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ രാജാവ് നിർത്തിയ സ്വർണബിംബത്തെ ആരാധിക്കത്തില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ അങ്ങനെ ശക്തമായ ഒരു തീരുമാനമെടുക്കാനായിട്ട് ബാലന്മാർക്ക് കഴിഞ്ഞു. അഹങ്കാരത്തോടുകൂടെ ജീവിച്ചതായിട്ടുള്ള നെബൂഖദ്നേസർ രാജാവിന് എന്ത് സംഭവിച്ചു? അവൻ കാളയെ പോലെ പുല്ല് തിന്നുന്ന ഒരവസ്ഥയിലേക്ക്, കാടുമേടുകളിലേക്ക് ഇറങ്ങിപ്പോകേണ്ടതായിട്ടുള്ള ഒരു അനുഭവം നെബൂഖദ്നേസർ രാജാവിനുണ്ടായി. അവന്റെ പിൻഗാമിയായ ബെൽഷസ്സർ രാജാവ്, ദാനിയേലിന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവ് യെരൂശലേം ദേവാലയം ഉപരോധിച്ച് കീഴടക്കിയപ്പോൾ അവിടെ ദേവാലയത്തിൽ ഉണ്ടായിരുന്നതായുള്ള പൊൻവെള്ളി പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്ന് ഷീനാർ ദേശത്ത് തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ സ്ഥാപിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവിടെ സ്ഥാപിച്ചതായുള്ള പൊൻവെള്ളി പാത്രങ്ങൾ ബെൽഷസ്സർ രാജാവ് വീഞ്ഞു കുടിച്ച് മത്തനായിരിക്കുമ്പോൾ ബെൽഷസ്സർ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, നിങ്ങൾ പോയി ആ ഷീനാർ ദേശത്ത് നമ്മുടെ ക്ഷേത്രത്തിലിരിക്കുന്ന പാത്രങ്ങൾ എടുത്തുകൊണ്ട് വരണമെന്ന് കൽപ്പന പുറപ്പെടുവിച്ചു. അവർ പോയി ആ പാത്രങ്ങൾ എടുത്തുകൊണ്ട് വന്നു. ആ പാത്രത്തിൽ ദൈവത്തിന്റെ ആലയത്തിൽ വിശുദ്ധമായി സൂക്ഷിച്ചിരുന്നതായിട്ടുള്ള ആ പാത്രത്തിൽ കൊണ്ടുവന്ന് രാജാവും മഹത്തുക്കളും വെപ്പാട്ടികളും എല്ലാം വീഞ്ഞു കുടിച്ച് ഉല്ലസിച്ച് രസിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കൈപ്പത്തി അവന്റെ മുൻപിൽ, അവന്റെ ഭിത്തിമേൽ എഴുതി വന്നു, മേനെ മേനെ തേക്കെ ലൂഫർസീൻ, രാജാവ് നിന്നെ ദൈവം നിന്നെ തൂക്കിയിരിക്കുന്നു, നീ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു, നിന്റെ രാജ്യം വിഭാഗിച്ച് മേദ്യർക്കും പാർസികൾക്കും കൊടുക്കുമെന്ന് ദൈവത്തിന്റെ വചനം അരുളി ചെയ്തു. നെബൂഖദ്നേസറിന്റെ അഹങ്കാരം അവിടെ ഇല്ലാതെയായി പോയി. ബെൽഷസ്സറിന്റെ അഹങ്കാരം നശിച്ചുപോയി. അവിടെ ദാനിയേലിന്റെ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം വായിക്കുന്നത്, അന്ന് രാത്രിയിൽ ബെൽഷസ്സർ രാജാവ് കൊല്ലപ്പെട്ടു. 62 വയസ്സുള്ളവനായ കൽദയ രാജാവായ ദാര്യാവേശ് അവന് പകരം രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടു എന്ന് വായിക്കും. അതുകൊണ്ട് നെബൂഖദ്നേസർ രാജാവിന്റെ അഹങ്കാരവും ബെൽഷസ്സർ രാജാവിന്റെ അഹങ്കാരവും അവരെ താളടിയാക്കുന്നതിനിടയായി തീർന്നു. അതുപോലെ തന്നെ ഫറവോ രാജാവിനെ കുറിച്ച് പുറപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഫറവോൻ മോശയോട് വെല്ലുവിളിച്ച് ചോദിക്കുന്നുണ്ട്, ഞാൻ ഭയപ്പെടേണ്ടതക്കവണ്ണം യഹോവയായ ദൈവം ആരാകുന്നു? ഞാൻ അവനെ അറിയയില്ല എന്ന് പറഞ്ഞു. ഫറവോ രാജാവിന് എന്ത് സംഭവിച്ചു? അവനും അവന്റെ സൈന്യവും ചെങ്കടലിൽ മുങ്ങി താണുപോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് അഹങ്കാരം എന്ന് പറയുന്നത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്തതായിട്ടുള്ള, ദൈവം ഒരിക്കലും പൊറുക്കാത്തതായിട്ടുള്ള ഒരപരാധമാണ് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് അവിടെ ഈ അനുഭവം ഉണ്ടായി. 4-മതായിട്ട് പറയുന്നു, നിങ്ങൾ ദരിദ്രരാണ്. ധനവാനെന്ന് നിങ്ങൾ പറയുന്നുണ്ട്, എനിക്കെല്ലാം ഉണ്ട്, എനിക്കൊന്നിനും കുറവില്ല എന്ന് പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് പറയുകയാണ്, നിങ്ങൾ ദരിദ്രരാകും. ബൈബിളിൽ ഒരു ഉപമ കർത്താവ് പറഞ്ഞല്ലോ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ, ധനവാനും ലാസറും. ധനവാന്റെ പേര് അവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല, എന്നാൽ പാവപ്പെട്ടവന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും മരിച്ചു. ധനവാൻ മരിച്ചു, അവനെ അടക്കി. ലാസർ മരിച്ചപ്പോൾ ദൈവദൂതന്മാർ വന്ന് അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ധനവാനായി ലോകത്തിൽ ജീവിച്ചവൻ, ധൂമ്രവസ്ത്രവും പട്ടും ധരിച്ചവൻ, മേശമേലവൻ ശുശ്രൂഷ ചെയ്യുവാനായി ധാരാളം ആളുകൾ, ദാസന്മാരുണ്ടായിരുന്നവർ. പക്ഷേ അവൻ എന്ത് സംഭവിച്ചു? കർത്താവ് പറഞ്ഞ ഉപമയിൽ പറയുന്നത്, അവൻ നരകത്തിൽ ചെന്ന് വേദന അനുഭവിക്കുന്നു. അവൻ വളരെ തീവ്രമായ വേദനയിൽ, കഠിനമായ വേദനയിലായിരിക്കുന്നു. അവൻ നരകത്തിൽ കിടന്നുകൊണ്ട് യാചിക്കുകയാണ്, അബ്രഹാം പിതാവേ, നിന്റെ മടിയിലിരിക്കുന്ന ആ ലാസറിനെ ഇങ്ങോട്ട് അയച്ച് അവന്റെ അണിവിരലിൽ ഒരു തുള്ളി വെള്ളം മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഇങ്ങോട്ട് അയക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അബ്രഹാം പിതാവ് പറയുകയാണ്, മകനെ, സാധ്യമല്ല. ഞങ്ങൾക്കും നിങ്ങൾക്കും തമ്മിലൊരു വിടവുണ്ട്. അവിടെയുള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല, ഇവിടെയുള്ളവർക്ക് അങ്ങോട്ടും വരാൻ പാടില്ല. അതുകൊണ്ട് നീ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ ധനവാൻ പറയുകയാണ്, അങ്ങനെയെങ്കിൽ അവിടുന്ന് ഒരു ഉപകാരം ചെയ്യണം. എൻ്റെ വീട്ടിലെ സഹോദരന്മാരോട്
ഈ ദൈവത്തെക്കുറിച്ചൊന്ന് പറയാൻ ലാസറിനെ അങ്ങോട്ടൊന്ന് അയക്കണം. അപ്പോൾ അബ്രഹാം പിതാവ് പറഞ്ഞു, അവിടെ നിങ്ങൾക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്. അവർ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാലും അവർ കേൾക്കയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ധനവാനാണെന്ന് പറയുന്നവൻ ദരിദ്രനായി ജീവിക്കുന്നതായുള്ളൊരവസ്ഥ. ഈ ലോകത്തിൽ ധനവാൻ, കർത്താവ് പറഞ്ഞു, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ ലവോദിക്കയിലെ സഭയെക്കുറിച്ച് പറയുന്നത്, the church was materially prosperous but spiritually bankrupt. ഭൗതികമായി വളരെ സമ്പന്നമായിരുന്നു, എന്നാൽ ആത്മീയമായി പാപ്പരത്വം അനുഭവിക്കുന്ന ഒരു സഭയായിരുന്നു. ഉപ്പുരസം നഷ്ടപ്പെട്ട സഭ. ഉപ്പുകാരമില്ലാതെ പോയാൽ അത് എന്തോന്നുകൊണ്ട് രസം വരുത്താം. അത് വെളിയിൽ കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും കൊള്ളുന്നതല്ല. പ്രകാശം നഷ്ടപ്പെട്ട സഭയും അതുപോലെയാണ്. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. കർത്താവ് വിശ്വാസികളെ 2 വസ്തുക്കളോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഒന്ന്, ഉപ്പ്, രസം വരുത്തുന്നത്, രുചി വരുത്തുന്നത്, രുചി പകരുന്നത്. അതുപോലെ പ്രകാശം, മറ്റുള്ളവർക്ക് ജീവന്റെ വെളിച്ചം നൽകുന്നവർ. ആ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു, ആ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പ്രകാശം ലോകത്തിന് നൽകുവാനായിട്ട് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ലവോദിക്ക സഭ ഭൂമിയുടെ ഉപ്പായി ലോകത്തിന്റെ വെളിച്ചമായി തീരുവാനായിട്ട് വിളിക്കപ്പെട്ട സഭ. ഇത് രണ്ടും നഷ്ടപ്പെടുത്തിയതായിട്ട് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. സയൻസ് ഓഫ് സ്പിരിച്വൽ പോവർട്ടി, ആത്മീയ ദാരിദ്ര്യത്തിന്റെ ചില അടയാളങ്ങൾ എന്തൊക്കെയാണ്? ലോ ഓഫ് സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം ഇല്ലാത്തതായുള്ള ഒരവസ്ഥ. നോ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയതായിട്ടുള്ള അനുഭവം. സ്പിരിച്വൽ റൈച്ചഡ്നെസ്, ആത്മീയമായ അരിഷ്ടത അനുഭവിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ. ഇക്കണോമിക് ബാങ്ക്രപ്സി ആൻഡ് സ്പിരിച്വൽ ബാങ്ക്രപ്സി, ആത്മീയമായ പാപ്പരത്വം അനുഭവിക്കുന്നതായുള്ളൊരു സഭ. സോഷ്യൽ ഡെപ്രിവേഷൻ, സാമൂഹ്യമായ പതനം. സ്പിരിച്വൽ ഹങ്കർ, ആത്മീയമായ വിശപ്പ്. ഇതെല്ലാം ആത്മീയ ദാരിദ്ര്യത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇവിടെ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ് എന്ന് നമുക്കറിയാം, ഞാനത് വിവരിക്കുന്നില്ല. ലാക്ക് ഓഫ് ആക്സസ് ഓഫ് ക്ലീൻ വാട്ടർ, ശുദ്ധമായ ജലം കുടിക്കാനില്ലെന്ന് വരികിൽ അത് വളരെ ദരിദ്രമായ ഒരു അനുഭവമാണ്. ലവോദിക്ക സഭയ്ക്ക് ശുദ്ധമായ വെള്ളമില്ല കുടിക്കാൻ. ഈ ശീതോഷ്ണാവസ്ഥയിലുള്ള വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് അവരുടെ അനുഭവം അതുപോലെ തന്നെയാണ്. ലാക്ക് ഓഫ് ഹെൽത്ത്, അതായത് അവർക്ക് ആരോഗ്യപരമായ സകല അവസ്ഥകളും അനുഭവങ്ങളും അവരുടെ രാജ്യത്തുണ്ട്. എന്നാൽ അതൊന്നും വേണ്ട വിധത്തിൽ പ്രയോഗിക്കുവാനായിട്ട് അവർക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ലാക്ക് ഓഫ് ഹെൽത്ത് കെയർ. ആത്മീയമായ ഹെൽത്ത് കെയർ എന്താണ്? വേദപുസ്തകമാണ് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കുന്നത്. നിങ്ങൾ ദൈവവചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പീൻ എന്ന് പത്രോസ്ലീഹ പറയുന്നു. കോൺഫ്ലിക്റ്റ് ആൻഡ് ഇൻസ്റ്റെബിലിറ്റി, സ്നേഹമില്ലായ്മ, പരസ്പരം കരുതുകയോ അംഗീകരിക്കുകയോ ആദരിക്കുകയോ ചെയ്യാത്തതായുള്ള ഒരവസ്ഥ. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസപരമായ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്, എങ്കിലും അതിനെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല. നമുക്ക് വേദപുസ്തകമുണ്ട്, പഠിപ്പിക്കാൻ ആളുകളുണ്ട്, പക്ഷേ അതിനെ നമ്മൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്ന് നാം പരീക്ഷിക്കേണ്ടതാണ്. പുവർ ഇൻഫ്രാസ്ട്രക്ചർ, നല്ല അന്തരീക്ഷമില്ലാത്തതായുള്ള ഒരവസ്ഥ. എല്ലാ കാര്യങ്ങളും ഈ ലവോദിക്ക സഭയിലുണ്ട്, പക്ഷെ അതൊന്നും വേണ്ട വിധത്തിൽ അവരുടെ പ്രയോജനപ്പെടുത്താനായിട്ട് അവർക്ക് സാധിക്കാത്തതായിട്ടുള്ള വളരെ അരിഷ്ടമായ, ദരിദ്രമായ, നിന്ദ്യമായ
ഒരവസ്ഥയിലും ഒരു അനുഭവത്തിലും അവരെത്തിച്ചേർന്നിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ ധനവാനായ ഒരു മനുഷ്യനെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ധനവാനായ മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, അവന്റെ ധാന്യം നന്നായി വിളഞ്ഞു, അതെല്ലാം ശേഖരിച്ചു വന്നപ്പോൾ കളപ്പുരയിൽ വെക്കുവാനായിട്ട് സ്ഥലം പോരാ. അവൻ കളപ്പുരയെല്ലാം പൊളിച്ചിട്ട് പുതിയത് പണിതിട്ട് ഇതെല്ലാം കൊണ്ടുവന്ന് ശേഖരിച്ചു വെച്ചിട്ട് തന്നോട് തന്നെ പറഞ്ഞു, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, നിനക്കേറിയ നാളത്തേക്കുണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ചു. കർത്താവിനോട് ചോദിച്ചു, ഈ രാത്രിയിൽ ദൈവം നിന്റെ പ്രാണനെ നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കിയതൊക്കെ ആർക്കാകും? ദൈവ വിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ ശേഖരിക്കുന്നവന്റെ അവസ്ഥ ഇതാകുമെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. തന്നെത്താൻ കരുതുന്നവന്റെ ഗതി. ധാരാളം സമ്പത്തുള്ള യുവാവ് യേശുവിൻ്റെ അടുത്ത് വന്നു, നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? കർത്താവിനോട് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ അവൻ വളരെ സമ്പത്തുള്ളവനാകിയാൽ ദുഃഖിതനായി കടന്നുപോയി കളഞ്ഞു എന്ന് നമ്മളോട് വായിക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഈ ലവോദിക്ക സഭയെ പറയുന്ന ഒരു വിമർശനം, നീ കുരുടനാകും. ആത്മീയമായ അന്ധത ബാധിച്ചവർ, ആത്മീയമായ തിമിരം ബാധിച്ചവർ, സ്പിരിച്വൽ കാറ്ററാക്ട്, അതിന് അധീനരായ വ്യക്തികൾ, ഇന്നബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ഡിവൈൻ ട്രൂത്ത്, ആത്മീയമായ സത്യങ്ങളെ ഗ്രഹിപ്പാൻ ശേഷിയില്ലാത്തവർ, സ്പിരിച്വൽ അപ്പതി, ആത്മീയമായ തിമിരം ബാധിച്ചവർ, ഫിയർ ആൻഡ് ഡൗട്ട്, എല്ലാറ്റിനോടും ഒരു ഭയം നേരിടുന്നതായിട്ടുള്ള അവസ്ഥ, ഹാർഡൻഡ് ഹാർട്ട്, കല്ലായുള്ള ഹൃദയങ്ങൾ, സെൽഫ് റൈച്ചസ്നെസ്, സ്വയനീതീകരണം, ഞാൻ തന്നെ എല്ലാത്തിനും മതിയായവനാണ് എന്ന് പറയുന്നതാണ് ഒരു അനുഭവം, ലാക്ക് ഓഫ് ഡിസേൺമെന്റ്, വിവേകശൂന്യത, കാര്യങ്ങൾ തിരിച്ചറിയാനുള്ളതായ വിവേകമില്ലായ്മ, ഇന്നബിലിറ്റി ടു സീ ഗോഡ്സ് ഗ്രേസ്, ദൈവത്തിന്റെ കൃപ വ്യർത്ഥമാക്കി കളഞ്ഞവർ. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആരും ദൈവ കൃപ വിട്ട് പിന്മാറി ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെ ആയി തീരരുത് എന്ന് ഒരു വലിയ മുന്നറിയിപ്പ് ദൈവം ഇവിടെ നൽകുന്നുണ്ട്. ഇഗ്നോറൻസ് ഓഫ് ഗോഡ്സ് വേർഡ്, ദൈവത്തിൻ്റെ വചനത്തോടുള്ള അറിവില്ലായ്മ, ഇതെല്ലാം അവരുടെ ജീവിതത്തിൻ്റെ അന്ധതയുടെ ഒരനുഭവമായിരുന്നു. ഈഗോ, ഗർവം, ഞാൻ മുമ്പേ പറഞ്ഞു, ഭൗതികമായ അധപ്രസരം, അതുപോലെ തന്നെ ഈ ലോകത്തിലെ പരീശന്മാർ, കർത്താവിൻ്റെ സമയത്തുണ്ടായിരുന്ന പരീശന്മാർ അവരുടെ അമിത ഭക്തിയിലും അവരുടെ കപടഭക്തിയിലും ഒക്കെ ആശ്രയിച്ച് അതിൽ ഊറ്റം കൊണ്ടതായുള്ള പരീശന്മാർ, കർത്താവിനെ വിമർശിക്കുവാനായിട്ട് ചെന്നവർ, കർത്താവിനെ വാക്കിൽ കൊടുക്കുവാനായിട്ട് ചെന്നവർ, ആ പരീശന്മാരെ പോലെ ഫോൾസ് അസംഷൻസ് ആയിരുന്നു ഈ ലവോദിക്ക സഭയ്ക്ക് ഉണ്ടായിരുന്നത്. ലസ്റ്റ് ആൻഡ് ഗ്രീഡ്, അവർക്ക് ഈ ലോകത്തോടുള്ള അഭിനിവേശവും അത്യാഗ്രഹവും വളരെ അധികമായിരുന്നു. പ്രിജുഡീസ്, ചില മുൻവിധികൾ ഉണ്ടായിരുന്നു, മറ്റുള്ളവരെ മുൻവിധികളോട് കൂടെയാണ് ഇവർ കണ്ടുകൊണ്ടിരുന്നത്. ഫോൾസ് ടീച്ചിങ്, ദുരുപദേശങ്ങൾ അവരുടെ കൈമുതലായിരുന്നു. അടുത്തതായിട്ട് അവരെ കുറിച്ച് പറയുന്ന മറ്റൊരു വിമർശനം, നിങ്ങൾ നഗ്നരാണ്. They had all kinds of textile industry and fashion in their land, but they are always naked. ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയുടെ വലിയ ശേഖരം അവരുടെ സംസ്ഥാനത്ത്, അവരുടെ രാജ്യത്തുണ്ട് എന്ന് വരികിലും അവരോട് പറയുകയാണ്, നിങ്ങൾ നഗ്നരാണ്, നിങ്ങൾ ഉടുപ്പില്ലാത്തവരാണ്. എങ്ങനെയാണ് ഈ നഗ്നത? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, മണവാളൻ തലപ്പാവണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളാൽ ആഭൂഷിതരാകുന്നത് പോലെയും അവൻ എന്നെ നീതിയുടെ അങ്കി ധരിപ്പിച്ച് നീതിയുടെ അങ്കി അണിയിച്ച് രക്ഷാവസ്ത്രം ധരിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. രാജാവിന്റെ കല്യാണ വിരുന്നിന്
ക്ഷണിക്കപ്പെട്ടതായിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ചോടെ വായിക്കുന്നുണ്ട്. ആ കല്യാണ വിരുന്നിന് വന്നതായിട്ടുള്ള വ്യക്തികളെ പരിശോധിക്കുവാൻ രാജാവ് കടന്നു ചെന്നപ്പോൾ ഒരു മനുഷ്യൻ കല്യാണ വസ്ത്രം ധരിക്കാതെ അവിടെ ഇരിക്കുന്നു. അവനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് കല്യാണ വസ്ത്രം ധരിക്കാതെ ഇവിടേക്ക് കടന്നു വന്നത്? അവൻ ഉത്തരം മുട്ടിപ്പോയി. രാജാവ് ബാല്യക്കാരോട് പറഞ്ഞു, ഈ മനുഷ്യനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവേൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നീതിയുടെ അങ്കി, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന രക്ഷാവസ്ത്രം, വിശുദ്ധിയുടെ അങ്കി, ഇതൊന്നും നാം ധരിക്കുന്നില്ലെന്ന് വരികിൽ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശനമില്ല. അവിടെ നിന്ന് നമ്മളെ തള്ളിക്കളയുന്ന ഒരു അനുഭവമുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്നു, ശപിക്കപ്പെട്ടവരെ കടന്നു പോകുകയും പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറഞ്ഞ് അവിടേക്ക് തള്ളിക്കളയുന്ന ഒരു അനുഭവമുണ്ട് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. ദൈവകരുണയിൽ ആശ്രയിക്കുന്നവർക്ക് ജയത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. കുഞ്ഞാടിന്റെ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണ്. ധൂർത്തനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവന് ലഭിച്ചതായുള്ള സ്വീകാര്യം എത്ര വലുതായിരുന്നു! പിതാവ് വളരെ സ്നേഹത്തോടുകൂടെ അവനെ ആലിംഗനം ചെയ്ത് ഭവനത്തിലേക്ക് സ്വീകരിച്ചു. അവന്റെ കൈക്ക് മോതിരം വിട്ടുകൊടുത്തു. പുത്രത്വത്തിന്റെ സ്വീകാര്യം അവനെ നൽകി. കാലിന് ചെരുപ്പിട്ടു. വീണ്ടെടുപ്പിന്റെ അടയാളമാണ് ചെരുപ്പ്. മേൽത്തരമായ അങ്കി അവനെ ധരിപ്പിച്ചു. അത് രക്ഷാവസ്ത്രമാണ്, നീതിയുടെ അങ്കിയാണ്. അതവനെ ധരിപ്പിച്ചു. മേൽത്തരമായ ഒരു വിരുന്നൊരുക്കി. സ്വർഗരാജ്യത്തിൽ കർത്താവിനോടുകൂടെ ഒരുക്കപ്പെട്ട ആ ഹെവൻലി ബാങ്ക്വറ്റിന്റെ ഒരു വലിയ അടയാളമായിട്ടാണ് ധൂർത്തനായ പുത്രന് തന്റെ ഭവനത്തിൽ ലഭിച്ചതായിട്ടുള്ള വിരുന്നിനെ കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 8-ാം വാക്യത്തിൽ വായിക്കുന്നു, വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികളാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ നീതി എന്ന കവചം നമ്മെ ധരിപ്പിക്കുന്നു. രക്ഷ എന്ന ശിരസ്ത്രം നമ്മുടെ തലയിൽ ഇടുന്നു. നല്ല വൈദ്യനായ കർത്താവ് ലവോദിക്ക സഭയെ ഡയഗ്നോസ് ചെയ്തു. അവരുടെ രോഗത്തിന്റെ കാരണമെല്ലാം കണ്ടുപിടിച്ചതിന് ശേഷം അതിനുള്ള പ്രതിവിധി നിർദ്ദേശിക്കുകയാണ് ചെയ്യുന്നത്. നീ ധനവാനാണ്, പക്ഷേ നീ ദരിദ്രനാണ്, അരിഷ്ടനാണ്, നിർഭാഗ്യനാണ്, കുരുടനാണ്, നഗ്നനാണ്. അതുകൊണ്ട് എന്താണ് കർത്താവ് നൽകുന്ന പ്രതിവിധി? എന്താണ് കർത്താവ് നൽകുന്ന ചികിത്സാവിധി? ഒന്നാമതായി, നീ ആത്മീയമായ സമ്പന്നതയിലേക്ക് നീ കടന്നു വരണം. നീ ഭൗതികമായ കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ആത്മീയമായ സമ്പന്നത നിനക്കുണ്ടാകണം. പൊന്നിനേക്കാൾ വിലയേറിയ, തങ്കത്തേക്കാൾ വിലയേറിയതായിട്ടുള്ള ദൈവത്തിന്റെ വചനം നീ സ്വീകരിക്കണം, ഉൾക്കൊള്ളണം. ദൈവവചനം വിലയേറിയ ധനമാണ്. പൊന്നിനേക്കാൾ തങ്കത്തേക്കാൾ വിലയേറിയതാണ്. അടിയനോമയാൽ പ്രബോധനം ലഭിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഇത് ജ്ഞാനവും പരിജ്ഞാനവും നൽകുന്ന വചനമാണ്. ആശ്വാസവും ശക്തിയും പകരുന്ന വചനമാണ്. ദൈവസ്വഭാവം വെളിപ്പെടുത്തുന്ന വചനമാണ്. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാണ്. വചനത്തിൽ നിലനിൽക്കുക. വചനം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി തീർക്കുക. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിപ്പാൻ നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുവെന്ന് 119-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യം നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് ഒന്നാമതായി ആത്മീയമായി നീ സമ്പന്നത നേടുക. 2, ആത്മീയമായ കാഴ്ച പ്രാപിക്കുന്നതിന് സ്വർഗീയമായ ലേപനം നീ സ്വീകരിക്കുക. ആ ലവോദിക്ക പട്ടണത്തിൽ ഐ ഓയിൻമെന്റ് കണ്ണിന്റെ ചികിത്സയ്ക്ക് കീർത്തി കേട്ട പട്ടണമായിരുന്നു. എന്നാൽ കർത്താവ് പറയുകയാണ്, നീ ആത്മീയമായി തിമിരം ബാധിച്ചവനാണ്. അതുകൊണ്ട് സ്വർഗീയമായ ലേപനം നിന്റെ കണ്ണിൽ പുരട്ടിയെങ്കിൽ മാത്രമേ നിന്റെ തിമിരത്തിനൊരു പ്രതിവിധി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു. Close your eyes and pray. Ask God for your vision and wisdom. ദൈവത്തോട് ദർശനത്തിനായി പരിജ്ഞാനത്തിനായി യാചിക്കുക. Look for signboards of word. ദൈവവചനമാകുന്ന ആ ചൂടടയാളം ചൂണ്ടുപലക നീ സ്വീകരിക്കുക. Keep your spiritual antenna up
ഈ പണ്ടൊക്കെ TV ആന്റന ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊന്നും വേണ്ട. ആ സ്പിരിച്വൽ ആന്റന മുകളിലോട്ട് പൊക്കിയെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ കീപ് യുവർ സ്പിരിച്വൽ ആന്റന അപ്പ്, അത് മുകളിലേക്ക് ആക്കുക. അതുപോലെ തന്നെ ഡിസ്കസ് യുവർ സെൻസിങ്, നിന്റെ ആത്മീയമായ കണ്ണുകളെ ഉയർത്തി മുകളിലോട്ട് നോക്കുക. ദൈവവചനമാകുന്ന കണ്ണാടി നമുക്ക് ആത്മീയമായ കാഴ്ച പകരുന്നു. ആ ദൈവവചനത്തിൽ നമ്മെ ശോധന ചെയ്യുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം നീ കേൾക്കുക മാത്രമല്ല അത് പാലിക്കുകയും ചെയ്യണമെന്ന്. ദൈവവചനമാകുന്ന ആത്മീയ കണ്ണാടിയിൽ ശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിന്റെ അപാകതകളെ കണ്ടുപിടിച്ച് ദൈവം നമ്മോട് ആഹ്വാനം നൽകുന്നു. ദൈവവചനം ജീവനും ചൈതന്യമുള്ളതാണ്, ആത്മാവിനെയും സന്ധിമഞ്ചകളെയും തുളച്ചു ചെല്ലുന്നതാണ്. അത് ഏത് കാര്യങ്ങളും നമുക്ക് വെളിപ്പെടുത്തി തരുന്നതായിട്ടുള്ള ഒരാത്മീയമായ സ്കാനിങ് മെഷീനാണ്. അരിഷ്ടതയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക എങ്ങനെ സാധിക്കും? ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിക്കുക, നിത്യതയ്ക്കായി നോക്കി പാർക്കുക, നിത്യജീവന്റെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക, ദൈവികമായ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുക. നിർഭാഗ്യവാനായിരിക്കുന്ന നീ എങ്ങനെയാണ് ഭാഗ്യവാനായി തീരുന്നത്? ദൈവവചനം രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ദൈവം തന്നെ ആശ്രയമായിരിക്കുന്നവൻ ഭാഗ്യവാൻ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നിർണയപ്രകാരം വിളിക്കപ്പെട്ട മനുഷ്യൻ ഭാഗ്യവാൻ. അതുകൊണ്ട് ഈ ഭാഗ്യാവസ്ഥ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ദൈവികമായ ഭാഗ്യാവസ്ഥയുടെ പല കാര്യങ്ങൾ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വി ആർ ചോസൺ, നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വി ആർ റിഡീംഡ്, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. വി ആർ യുണൈറ്റഡ് വിത്ത് ക്രൈസ്റ്റ്, നമ്മൾ ക്രിസ്തുവിനോട് ഏകീഭവിക്കപ്പെട്ടവരാണ്. വി ഹാവ് ഇൻഹെറിറ്റൻസ് വിത്ത് ക്രൈസ്റ്റ്, അവകാശികളാണ്. വി ആർ സീൽഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാൽ നമ്മൾ മുദ്രയിട്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ഭാഗ്യാവസ്ഥയിൽ നമുക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ട്? നിത്യജീവന്റെ അവകാശമുണ്ട്, നിത്യരക്ഷയുടെ സ്വീകാര്യമുണ്ട്, സ്വർഗീയ പൗരന്മാരെന്നുള്ള ഒരു അവസ്ഥയുണ്ട്, അനുഭവമുണ്ട്. സ്വർഗീയമായ ഭവനം ദൈവം നമുക്ക് ഒരുക്കിയിട്ടുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം, എൻ്റെ പിതാവിനോട് കൂടെ ഞാൻ അവന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ദൈവിക സംരക്ഷണമുണ്ട് നമുക്ക്. ജീവപുസ്തകത്തിൽ നമ്മുടെ പേരെഴുതിയിട്ടുണ്ട്. ജീവപുസ്തകത്തിൽ പേരെഴുതിയാത്ത എല്ലാവരെയും എരിയുന്ന തീച്ചൂളയിൽ തള്ളിയിടുമെന്ന് വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം നമ്മൾ വായിക്കും. അതുപോലെ തന്നെ നിന്റെ നഗ്നത മാറ്റാൻ വെള്ളയുടുപ്പ് ഞാൻ നിനക്ക് തരും. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിൽ 13 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, വെള്ളയുടുപ്പ് ധരിച്ച് ധാരാളം ആളുകൾ ഇതാ കുഞ്ഞാടിന്റെയും സിംഹാസനത്തിന്റെയും മുൻപാകെ കടന്നു വരുന്നു. ആ വെള്ളയുടുപ്പ് മാത്രമല്ല, കയ്യിൽ കുരുത്തോല ഏന്തിക്കൊണ്ട് ആ രക്ഷാനിർണയം പ്രാപിച്ചതായിട്ടുള്ള ദൈവത്തിന്റെ മക്കളായ അനേക വിശ്വാസികൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടച്ചു കളയും. കുഞ്ഞാടവരെ ജീവജലത്തിന്റെ ഉറവെങ്കിലേക്ക് നയിക്കും. അവർക്ക് പിന്നെ സൂര്യന്റെ പ്രകാശമോ ചന്ദ്രന്റെ വെളിച്ചമോ ആവശ്യമില്ല. കുഞ്ഞാടവരുടെ പ്രകാശമായിരിക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് വെള്ളയുടുപ്പ് ധരിക്കും. ആ ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് നൽകുമെന്ന് പറയുന്നു. കുഞ്ഞാടവരെ ജീവജലത്തിന്റെ ഉറവെങ്കിലേക്ക് നയിക്കുകയും ചെയ്യും. ദൈവം നൽകുന്ന ഉപദേശമാണ് ലവോദിക്ക സഭയുടെ ഒടുവിലായിട്ട് കർത്താവ് നൽകുന്നതായുള്ള ഉപദേശം. നീ ജാഗ്രതയുള്ളവനായിരിക്കുക, ഉണർന്നിരിക്കുക. കർത്താവ് തൻ്റെ വചനത്തിൽ പലപ്പോഴും പറഞ്ഞിട്ടുള്ള, ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുള്ള ഒരേ ഒരു വാക്യമാണ്, നിങ്ങൾ ജാഗ്രതയുള്ളവരായിരിക്കുക, ഉണർന്നിരിക്കുക എന്നുള്ളത്. ഇവിടെ വെളിപ്പാട് പുസ്തകം ഈ ഭാഗം അവസാനിക്കുന്നത് എങ്ങനെയാണ്? കണ്ടാലും ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അകത്ത് കടന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിയും. കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽക്കൽ വന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. നമ്മൾ അവന് വേണ്ടി ഹൃദയത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുമോ? അവനെ അകത്തേക്ക് പ്രവേശിപ്പിക്കുമോ? അവനോടുകൂടെ സ്വർഗീയ അത്താഴം, സ്വർഗീയ വിരുന്ന് കഴിപ്പാൻ നമ്മൾ തയ്യാറാകും. കർത്താവ് ജയാളിയായി
സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഈ വെളിപ്പാട് പുസ്തകത്തിലെ 7 സഭകളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഈ 7 സഭകൾ ഏഷ്യ മൈനറിലുള്ള 7 സഭകളായിരുന്നു എങ്കിലും ഇന്ന് ജീവിക്കുന്ന നമ്മുടെ സഭകളോടാണ് ഈ ദൂത് പറയുന്നത് എന്ന് നമ്മൾ ഒരിക്കലും മറന്നു കളയരുത്. അന്ത്യനാളിലെ സഭയുടെ ലക്ഷണം എന്താണ്? ഒരു അമേരിക്കൻ സർവേയിൽ ഇപ്രകാരം ഒരു റിസൾട്ട് കണ്ടു. ക്രിസ്ത്യാനികളിൽ 59% പേരും കർത്താവിന്റെ വെർജിൻ ബർത്തിൽ വിശ്വസിക്കുന്നില്ല. 71% പേര് മരണാനന്തര ജീവിതത്തെ കുറിച്ച് വിശ്വാസമില്ല. 54% പേര് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കുന്നില്ല. 98% പേര് കർത്താവിന്റെ മടങ്ങിവരവിൽ വിശ്വസിക്കുന്നില്ല. അത് അമേരിക്കയിൽ മാത്രമല്ല, ഇവിടെയുമുണ്ട്. ഇവിടെയുള്ള നമ്മുടെ ദൈവശാസ്ത്രജ്ഞന്മാർ പലരും കർത്താവിന്റെ വെർജിൻ ബർത്തോ കർത്താവിന്റെ റിസറക്ഷനോ കർത്താവിന്റെ മടങ്ങിവരവോ വിശ്വസിക്കാത്തതായിട്ടുള്ള ക്രിസ്ത്യാനികളുണ്ട് എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ ലവോദിക്ക സഭ മാത്രമല്ല, ഇന്ന് ജീവിക്കുന്ന നമ്മുടെ സഭകളൊക്കെ, നമ്മളായിരിക്കുന്ന സഭകളിലെ അനേക വിശ്വാസികൾ ഈ കർത്താവ് അരുളി ചെയ്തതായിട്ടുള്ള വചനങ്ങളൊന്നും വിശ്വസിച്ചില്ല. എന്തുകൊണ്ടാണ്? കർത്താവിന്റെ ഒന്നാം വരവ് അന്നത്തെ മഹാപുരോഹിതന്മാരോ ശാസ്ത്രിമാരോ മൂപ്പന്മാരോ വിശ്വസിച്ചില്ല. അതുകൊണ്ടാണ് പീലാത്തോസിന്റെ മുൻപാകെ വിസ്തരിക്കപ്പെട്ടപ്പോൾ കർത്താവിനോട് ചോദിക്കുന്നു, നീയാണോ മശിഹ എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ മശിഹ ആകുന്നു. മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമേ കയറി വരുന്നതും നിങ്ങൾ കാണുമെന്ന് പറഞ്ഞപ്പോൾ മഹാപുരോഹിതൻ എന്ത് ചെയ്തു? വസ്ത്രം കീറി, നീ ദൈവദൂഷണം പറയുന്നു എന്ന് പറഞ്ഞു. കർത്താവിന്റെ ഒന്നാം വരവിനെ കുറിച്ച് മഹാപുരോഹിതൻ ദൈവദൂഷണമാണെന്ന് പറയുന്നതെങ്കിൽ ഇന്ന് കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ച് ഇന്നത്തെ മഹാപുരോഹിതന്മാരും ദൈവദൂഷണമാണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന, പരിഹസിക്കുന്ന അനുഭവം ഇന്ന് ലോകത്തിലുണ്ട് എന്ന് നമ്മൾ മറന്നു കളയരുത്. അതുകൊണ്ട് ദൈവ പൈതലായി ജീവിക്കുക. There is only 2 options. രണ്ട് വിഭാഗം മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ കർത്താവിനോടുകൂടെ നിത്യജീവങ്കിലേക്ക്, കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യരാജ്യത്തിലേക്ക്, ആ അവകാശത്തിലേക്ക് പ്രവേശിക്കുക. അല്ല എങ്കിൽ സാത്താനോടും അവന്റെ സൈന്യത്തോടും കൂടെ നിത്യനരകത്തിലേക്ക് പോവുക. ഇതിന് രണ്ടിനെ ഇടയ്ക്കൊരു വശത്തിന്റെ വഴി അല്ലെങ്കിൽ ജീവന്റെ വഴി, ഒന്നുകിൽ വിശാലമായ വഴി അല്ലെങ്കിൽ ഇടുക്കമായ വഴി, ഒന്നുകിൽ സ്വർഗീയ വഴി അല്ലെങ്കിൽ നരകത്തിന്റെ പാത. ഇത് രണ്ടല്ലാതെ വേറൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഈ കാഴ്ചകളിലൊക്കെ വെളിപ്പാട് പുസ്തകത്തിലെ ഏഷ്യ മൈനറിലുള്ള 7 സഭകളെ കുറിച്ചും അവരുടെ സ്വഭാവങ്ങളെ കുറിച്ചും അവരുടെ പ്രവൃത്തികളെ കുറിച്ചും അവരുടെ വൈകൃതങ്ങളെ കുറിച്ചും ഒക്കെ ചിന്തിച്ചു. അതിൽ നിന്നൊട്ടും വ്യത്യസ്തമല്ല ഇന്ന് നാം ജീവിക്കുന്ന നമ്മുടെ സഭകളെന്ന് നമ്മൾ ഓർത്തിരിക്കുകയും നമ്മൾ മടങ്ങി വരുവാൻ, മാനസാന്തരപ്പെടുവാൻ, ജാഗ്രത പാലിക്കുവാൻ, ഉണർന്നിരിപ്പാൻ ആ കർത്താവിന്റെ വചനം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ മുൻപോട്ട് പോയി കർത്താവിന്റെ രാജ്യത്തിന്റെ അവകാശികളായി, നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ സമർപ്പിക്കാം. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. എത്രത്തോളം കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.